ഫിബ ബാസ്കറ്റ്ബോൾ ലോകകപ്പ് 2019 ഭാഗ്യചിഹ്നം ഏത്? ഉത്തരം സൺ ഓഫ് ഡ്രീംസ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ നിയമിച്ച ഇന്ത്യയിലെ പ്രഥമ വനിതാ ഫയർ ഫൈറ്റർ ആര്? ഉത്തരം താനിയ സന്യാൾ. 12 അതിൽ താഴെയോ പ്രായമുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് വധശിക്ഷ നൽകുന്നതിനുള്ള ഓർഡിനൻസിന് പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ചത് എന്ന്? ഉത്തരം 2018 ഏപ്രിൽ 22. റെയിൽവേയിൽ നിന്നും ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഏറ്റെടുക്കാനൊരുങ്ങുന്ന 113 വർഷം പഴക്കമുള്ള റെയിൽവേ പാലം ഏത്? ഉത്തരം അലഹബാദ് ലോർഡ് കഴ്സൺ ബ്രിഡ്ജ്. അഭിഭാഷകരിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ വനിത ആര്? ഉത്തരം ഇന്ദു മൽഹോത്ര. പൊതുവിദ്യാലയങ്ങളിലെ ഇംഗ്ലീഷ് പഠനവും പ്രയോഗവും ലളിതമാക്കുന്നതിനായി സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഹലോ ഇംഗ്ലീഷ്. ജമ്മു കാശ്മീരിന്റെ പുതിയ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആര്? ഉത്തരം കവിന്ദർ ഗുപ്ത. കുടുംബശ്രീയുടെ 20ാമത് വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലോത്സവം ഏത്? ഉത്തരം അരങ്ങ് 2018. കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർക്ക് വധശിക്ഷ നൽകുന്നതിനുള്ള ഓർഡിനൻസിന് അംഗീകാരം നൽകിയ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യൻ ഓഷൻ നേവൽ സിംബോസിയം ആൻഡ് കോൺക്ലേവ് ഓഫ് ചീഫ്സിന്റെ 6ാമത് എഡിഷന് വേദിയാകുന്നത് എവിടെ? ഉത്തരം ടെഹ്റാൻ. 2018 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്ത്? ഉത്തരം റെഡി ടു ബീറ്റ് മലേറിയ. ഇൻക്രെഡിബിൾ ഇന്ത്യയ്ക്കു വേണ്ടി കേന്ദ്ര ടൂറിസം മന്ത്രാലയവുമായി ചേർന്ന് 360 വിർച്വൽ റിയാലിറ്റി വീഡിയോ തയ്യാറാക്കിയ സ്ഥാപനം ഏത്? ഉത്തരം ഗൂഗിൾ ഇന്ത്യ. ഷിറോയ് ലില്ലി ഫെസ്റ്റിവൽ അടുത്തിടെ നടന്ന സംസ്ഥാനം ഏത്? ഉത്തരം മണിപ്പൂർ. TRA ബ്രാൻഡ് ട്രസ്റ്റ് റിപ്പോർട്ട് 2018 പ്രകാരം രാജ്യത്തെ ഏറ്റവും വിശ്വസ്ത സ്വകാര്യ ബാങ്ക് ഏത്? ഉത്തരം ICICI. അടുത്തിടെ ഏത് വനിതയുടെ പ്രതിമയാണ് ബ്രിട്ടനിലെ പാർലമെന്റ് സ്ക്വയറിൽ അനാച്ഛാദനം ചെയ്തത്? ഉത്തരം മില്ലിസെന്റ് ഫെസറ്റ്. അടുത്തിടെ സൗജന്യ ഹെലി ആംബുലൻസ് സേവനം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഹിമാചൽ പ്രദേശ്. അടുത്തിടെ കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം അർഷാദ് ബത്തേരി. ലക്ഷദ്വീപിലെ ഭാഷയായ ജസരിയിൽ ചിത്രീകരിച്ച ഇന്ത്യയിലെ ആദ്യ ചിത്രം ഏത്? ഉത്തരം സിഞ്ചാർ. ലണ്ടൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ ഓഫീസ് തുടങ്ങാൻ RBIയുടെ അനുമതി ലഭിച്ച ബാങ്ക് ഏത്? ഉത്തരം യെസ് ബാങ്ക്. ആദി ശങ്കരാചാര്യ ഹിന്ദുയിസംസ് ഗ്രേറ്റസ്റ്റ് തിങ്കർ എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം ശ്രീ പവൻ വർമ്മ. മധ്യപ്രദേശ് റൂറൽ കണക്ടിവിറ്റി പ്രോജക്റ്റിന് ധനസഹായം നൽകുന്നത് ആര്? ഉത്തരം ലോകബാങ്ക്. കേന്ദ്ര ഗവൺമെന്റ് ഭരണഘടനയുടെ 5ാം പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച പ്രദേശം ഏത്? ഉത്തരം ട്രൈബൽ ഡോമിനേറ്റഡ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഓഫ് രാജസ്ഥാൻ. ടാപ്പ് കാർഡ് ഓഫ്ലൈൻ പേയ്മെന്റ് സൊല്യൂഷൻസ് അടുത്തിടെ ആരംഭിച്ചത് ആര്? ഉത്തരം പേടിഎം. സർവശിക്ഷ അഭിയാനും
രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും സംയോജിച്ച് രൂപവൽക്കരിക്കുന്ന പുതിയ ഏജൻസി ഏത്? ഉത്തരം സമഗ്ര ശിക്ഷാ അഭിയാൻ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായത് ആര്? ഉത്തരം ദിലീപ് ചിന്നോയ്. ദക്ഷിണ ഇന്ത്യയിൽ ആദ്യമായി ഈ കോർട്ട് ഫീ പേയ്മെന്റ് സംവിധാനം ആരംഭിച്ച കോടതി ഏത്? ഉത്തരം മദ്രാസ് ഹൈക്കോടതി. ഇന്നൊവേറ്റ് ഇൻ ഇന്ത്യ ഫോർ ഇൻക്ലൂസീവ്നെസ് പ്രോജക്റ്റിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏത്? ഉത്തരം ലോക ബാങ്ക്. അടുത്തിടെ നരേന്ദ്രമോദി ഏത് മുഖ്യമന്ത്രിയുടെ സ്മരണാർത്ഥമാണ് തപാൽ സ്റ്റാമ്പ് പ്രകാശനം ചെയ്തത്? ഉത്തരം ഹേമവതി നന്ദൻ ബഹുഗുണ. ടോപ്പ് R&D ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പാറ്റൻസ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ വിഭാഗത്തിലെ നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അവാർഡ് 2018 നേടിയ സ്ഥാപനം ഏത്? ഉത്തരം CSIR. കേന്ദ്ര സർക്കാരിൻ്റെ അഡോപ്റ്റ് എ ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായി ചെങ്കോട്ടയുടെ നടത്തിപ്പ് ചുമതല 5 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ലഭിച്ച കമ്പനി ഏത്? ഉത്തരം ഡാൽമിയ ഭാരത് ഗ്രൂപ്പ്. 2018 ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ഉത്തരം പവറിംഗ് ചേഞ്ച്, വുമൺ ഇൻ ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. 2018 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്ത്? ഉത്തരം എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇന്ത്യയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കരസ്ഥമാക്കിയത് ഏത് ഗ്രാമപഞ്ചായത്താണ്? ഉത്തരം പശ്ചിമ ബംഗാളിലെ ദിഗംബർപൂർ. ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നതിന് അടുത്തിടെ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏത്? ഉത്തരം ഇറാൻ. 2018 ദക്ഷിണ കൊറിയയിൽ നടന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയത് ആര്? ഉത്തരം ഷഖ്സർ റിസ്വി. ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ടെലിമെഡിസിൻ സംവിധാനം ആരംഭിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം മലപ്പുറം ജില്ലയിലെ ചാലിയാർ. ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായി പങ്കാളികളാകുന്ന സൈനിക അഭ്യാസം സെപ്റ്റംബറിൽ റഷ്യയിൽ നടക്കും. ഇതിന് നേതൃത്വം നൽകുന്നത് ആര്? ഉത്തരം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. പാകിസ്ഥാനിലെ റാവൽപിണ്ടി ജില്ലയിലെ ഒരു ഗ്രാമത്തിന് ആരുടെ പേരാണ് നൽകിയത്? ഉത്തരം മലാല യൂസഫ്സായി. ഹോളോഗ്രാം മെഷീനും റോബോട്ടും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരഹിത ബാങ്ക് അടുത്തിടെ ആരംഭിച്ച രാജ്യം ഏത്? ഉത്തരം ചൈന. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഉത്തരം ഹരിമാവ് ശക്തി 2018. ആശാൻ വിശ്വകവിതാ പുരസ്കാരം നേടിയ ചിലിയൻ കവി ആര്? ഉത്തരം റൗൾ സുറിറ്റ. 2018 മുട്ടത്ത് വർക്കി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം KR മീര. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആര്? ഉത്തരം സിക്കിമിലെ പവൻകുമാർ ചാലിങ്. ഇന്ത്യയിൽ ആദ്യമായി കറണ്ട് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായി ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ച ബാങ്ക് ഏത്? ഉത്തരം ICICI ബാങ്ക്. 2018 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ഉത്തരം റീഡിംഗ് ഇറ്റ്സ് മൈ റൈറ്റ്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും ചെറിയ
ലാൻഡ് ഫേൺ ഏത്? ഉത്തരം ഒഫിയോഗ്ലോസും മാലവ്യ. ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് നിയമിച്ച കമ്മീഷൻ ഏത്? ഉത്തരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. IPL ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റർ താരമെന്ന റെക്കോർഡിന് സഞ്ജു സാംസണോടൊപ്പം പങ്കുവച്ച താരം ആര്? ഉത്തരം പൃഥ്വി ഷാ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കലാമാമാങ്കം ഏത്? ഉത്തരം മിലൻ 2018. നാസയുടെ 13ാമത് അഡ്മിനിസ്ട്രേറ്റർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ജിം ബ്രിഡ്ജൻസ്റ്റൈൻ. പരാഗ്വേയുടെ പുതിയ പ്രസിഡന്റ് ആര്? ഉത്തരം മറിയ അബ്ദോ ബെനറ്റസ്. 42 വർഷത്തിനു ശേഷം മംഗോളിയ രാജ്യത്ത് ഔദ്യോഗിക സന്ദർശനം നടത്തിയ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ആര്? ഉത്തരം സുഷമ സ്വരാജ്. 2017 സരസ്വതി സമ്മാന ജേതാവ് ആര്? ഉത്തരം സിതാൻഷു യശസ് ചന്ദ്ര. ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫറൻസ് 2018 വേദിയാകുന്നത് എവിടെ? ഉത്തരം ലുംബിനി. തുർക്കിയിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ആര്? ഉത്തരം സഞ്ജയ് ഭട്ടാചാര്യ. യൂറോപ്യൻ രാജ്യങ്ങളിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 13 നിന്നും എത്രയായാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം 16. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നോ ഹോൺ ദിനം ആയി ആചരിച്ചത് എന്ന്? ഉത്തരം ഏപ്രിൽ 26. ഗ്രാമീണ മേഖലകളിലെ തുറസായ പ്രദേശങ്ങളെ മലമൂത്ര വിസർജനത്തിൽ നിന്നും വിമുക്തമാക്കുന്നതിനും ഗ്രാമവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഗോബർധൻ. IRA 2.0 എന്ന ഇൻട്രാക്റ്റീവ് ഹ്യൂമനോയിഡ് ആരംഭിച്ച ബാങ്ക് ഏത്? ഉത്തരം HDFC. 2018 ബാഴ്സലോണ ഓപ്പൺ ടെന്നീസ് ജേതാവ് ആര്? ഉത്തരം റാഫേൽ നദാൽ. ഏതു സംസ്ഥാന സർക്കാരാണ് അടുത്തിടെ കായിക താരങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 2% സംവരണം ഏർപ്പെടുത്തിയത്? ഉത്തരം തെലുങ്കാന. കോപ്പ അമേരിക്ക വനിതാ ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത്? ഉത്തരം ബ്രസീൽ. അടുത്തിടെ മൈക്രോസോഫ്റ്റിന്റെ സ്വന്തം ലിനക്സ് കെർണൽ ഉപയോഗിച്ച് വികസിപ്പിച്ച ഉൽപ്പന്നം ഏത്? ഉത്തരം അസൂർ സ്പിയർ. ബംഗ്ലാദേശിന്റെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഉത്തരം ബംഗബന്ധു 1. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ ബൈചൂങ് ഭൂട്ടിയയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ഉത്തരം ഹംരോ സിക്കിം. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ വികസിപ്പിച്ച ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ഏത്? ഉത്തരം ബാബ കവച്. മൈ ജേണി ഫ്രം മാർക്സിസം ലെനിനിസം ടു നെഹ്റുവിസം സോഷ്യലിസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം CH ഹനുമന്തറാവു. അങ്കോളയിൽ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിക്കുന്നത് ആരെ? ഉത്തരം ശ്രീകുമാര മേനോൻ. ഇന്ത്യ മലേഷ്യ ട്രെയിനിംഗ് അഭ്യാസമായ ഹരിമൗ ശക്തി 2018 വേദി എവിടെയാണ്? ഉത്തരം മലേഷ്യ. UAEക്ക് പുറത്ത് UAE എക്സ്ചേഞ്ചിന്റെ പേർ എന്തായാണ് മാറ്റിയത്? ഉത്തരം യൂണി മണി. അടുത്തിടെ കേരളത്തിലെ ഏത് ജില്ലയെയാണ് എയർ ഹോൺ വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചത്? ഉത്തരം എറണാകുളം. സ്പാനിഷ് കിങ്സ് കപ്പിൽ കിരീടം നേടിയ ക്ലബ്ബ് ഏത്?
ഉത്തരം ബാഴ്സലോണ. മിസ്റ്റർ എം കെ ഗാന്ധിക്ക് ചമ്പാരൻ ഡയറി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം അരവിന്ദ് മോഹൻ. ഇന്ത്യയിൽ പുതിയ പൊല്യൂഷൻ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം അമേരിക്ക, ഫിൻലാൻഡ്. അടുത്തിടെ ദയാവധം ചെയ്ത ഉഷ്ണമേഖലയിൽ ജനിച്ച ആദ്യ ധ്രുവക്കരടി ഏത്? ഉത്തരം ഇനുക. അടുത്തിടെ രാജാ രവിവർമ്മ അവാർഡിന് അർഹനായത് ആര്? ഉത്തരം വി സതീശൻ. ലണ്ടൻ മാരത്തോണിൽ തുടർച്ചയായി 3-ാം വർഷവും കിരീടം നേടിയ കെനിയൻ താരം ആര്? ഉത്തരം എലിയൂദ് കിപ്ചോങ്കെ. ഏറ്റവും മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനമായി 2018 തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തെയാണ്? ഉത്തരം മധ്യപ്രദേശ്. ഊർജ മേഖലയിലെ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിക്കുന്ന സംരംഭകത്വ പ്രോഗ്രാം ഏത്? ഉത്തരം പവേർഡ്. നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അവാർഡ് 2018 നേടിയ സ്ഥാപനം ഏത്? ഉത്തരം CSIR. ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിൽ അംഗമായ ഇന്ത്യൻ എയർലൈൻസ് ഏത്? ഉത്തരം വിസ്താര. 2018 മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് ജേതാവ് ആര്? ഉത്തരം റാഫേൽ നദാൽ. റംസാർ തണ്ണീർത്തട പ്രദേശമായി പ്രഖ്യാപിക്കാനിരിക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ഉത്തരം സുന്ദർബൻ റിസർച്ച് വനമേഖല. ശ്രീ നരേന്ദ്രമോദി അധ്യക്ഷനായ എക്കണോമിക് അഫയേഴ്സ് ഏത് പദ്ധതിക്കാണ് അനുമതി നൽകിയത്? ഉത്തരം രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. അടുത്തിടെ ചൈനയിൽ കണ്ടെത്തിയ ഹോളോറൂസിയ മിക്കാഡോ എന്നത് ഏത് വർഗത്തിൽപ്പെട്ട ജീവിയാണ്? ഉത്തരം കൊതുക്. TRA ബ്രാൻഡ് ട്രസ്റ്റ് റിപ്പോർട്ട് 2018 പ്രകാരം ഇന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ഇൻ്റർനെറ്റ് ബ്രാൻഡ് ഏത്? ഉത്തരം ഗൂഗിൾ. പട്ടികവർഗക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം വൻ ധൻ സ്കീം. അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി ആര്? ഉത്തരം നബി തജിമ. 2018 പ്രസ് ഫ്രീഡം പ്രൈസ് നേടിയത് ആര്? ഉത്തരം മഹമ്മൂദ് അബു സയ്ദ്.